പ്രണയിനി ഭാഗം 6. ശില്പ, അത്യാവശ്യം വേണ്ടുന്നതൊക്കെ എടുത്തല്ലോ അല്ലേ? ഒരാഴ്ച കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാം എടുത്തു വെക്ക് വേഗം. നന്ദൻ അത് പറഞ്ഞപ്പോൾ അത്രയും നേരം ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു ശില്പ. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വേഗം ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ടെൻഷൻ ആവേണ്ട നന്ദ, എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് പോയാൽ മതി. മനസ്സിലെ കുബുദ്ധിയുമായി അവൾ നന്ദനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു. അപ്പോൾ അവനും തിരിച്ച് അവളെ ഗാഢമായി ചുംബിച്ച ശേഷം കുനിഞ്ഞു വന്ന് ശില്പയുടെ ടോപ്പ് മാറ്റി അവിടെ ഒരു ചുംബനം നൽകി. നിന്റെ നിർബന്ധം കൊണ്ടാണ് ഈ യാത്ര. പരമാവധി ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്തായാലും പോയി ഒരാഴ്ച കഴിഞ്ഞ ഉടനെ വരണം, കേട്ടല്ലോ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞപ്പോൾ ശില്പ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അത് കണ്ട നന്ദൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഫോണുമായി താഴേക്ക് ഇറങ്ങിപ്പോയി. താഴെ ചെന്ന് അമ്മയോടൊക്കെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവിടെ പോയ സ്ഥിതിക്ക് കീർത്തുവിനെ പോയി കാണണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചനയോടെ നിന്ന നന്ദൻ സമ്മതം പറഞ്ഞു. അങ്ങനെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് ശ്രദ്ധയോടെ ശില്പയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദൻ കാറിലേക്ക് കയറിയിരുന്നു. ഇതേസമയം എഡ്വിയെ തള്ളിമാറ്റി പോകാൻ നോക്കുന്ന ആരുവിനെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എഡ്വിൻ. ഹേയ് ബൊമ്മക്കുട്ടി, നീ എവിടെ പോകുക? വാ, ഇച്ചായൻ ചോദിക്കട്ടെ. ആരുവിൻ്റെ ഇടുപ്പിൽ പിടിച്ചു പൊക്കി മേശയുടെ മേലെ കയറ്റി ഇരുത്തിക്കൊണ്ട് പറയുന്നവനെ അവൾ പകച്ചുകൊണ്ട് നോക്കിയിരുന്നു. എന്നെ വിട് പ്ലീസ്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവാൻ തുടങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ അവൻ അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ആദ്യ, നീ എന്ത് സുന്ദരിയാണ് പെണ്ണേ. എന്തോ ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സ് കവർന്നവളാണ് നീ. ഇപ്പോൾ നിനക്ക് തോന്നും ആദ്യമായി കാണുന്ന നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ ചതിക്കുകയാണ് എന്ന്. പക്ഷെ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ പോലുമില്ല. നിന്നെ കണ്ടപ്പോൾ മുതൽ താളം തെറ്റി മിടിക്കുന്ന എൻ്റെ ഹൃദയത്തിന് കൂട്ടായി എൻ്റെ ജീവിതത്തിനൊരു പൂർണ്ണത കൈവരാൻ നീ വേണം, എന്നും എൻ്റെ കൂടെ, എൻ്റെ പ്രാണനായി. അത്രയും പറഞ്ഞുകൊണ്ട് എഡ്വിൻ ആരുവിൻ്റെ വിറയ്ക്കുന്ന കൈകൾ എടുത്ത് തൻ്റെ നെഞ്ചിൽ വെച്ചതും ആ കൈകളിലൂടെ അവൾ അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പറിഞ്ഞു. അവ തൻ്റെ പേര് ചൊല്ലി മിടിക്കുന്നത് പോലെ. ഒരു നിമിഷം അവൾ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിൽ നോക്കിയിരുന്നു. അതിൽ നിറയെ താനും തന്നോടുള്ള സ്നേഹവും നിറഞ്ഞൊഴുകുന്നത് പോലെ അവൾക്ക് തോന്നി. പക്ഷേ പെടുന്നതിന് മുമ്പൊരിക്കൽ ഇതേപോലെ തന്നെ പ്രണയം പറഞ്ഞ് പറ്റിച്ച നന്ദൻ്റെ മുഖം മിന്നൽ വേഗത്തിൽ അവളുടെ മനസ്സിൽ കടന്നു വന്നതും തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈകൾ തട്ടിമാറ്റി. അപ്പോൾ അവളുടെ ആ പ്രവൃത്തിയും അസ്വസ്ഥമായ മുഖവും കണ്ടപ്പോൾ എഡ്ഡി സംശയത്തോടെ അവളെ നോക്കി. എന്തു പറ്റി ആദ്യ? എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത്? എനി പ്രോബ്ലം? സൗമ്യമായി അവൻ ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ 2 കൈയിലും മുറുകെ പിടിച്ചു. അപ്പോൾ അവളുടെ പ്രവൃത്തിയിൽ അവൻ തിളങ്ങുന്ന കണ്ണുകളോടെ അവളെ നോക്കിയപ്പോൾ അവളുടെ കണ്ണിൽ പേടിയും നിസ്സഹായതയുമായിരുന്നു. പ്ലീസ് സാർ, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. എനിക്ക് അങ്ങനെയൊന്നും കാണാനാവില്ല. ഇടറിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അത്രയും നേരം തെളിഞ്ഞ മുഖത്തോടെ നിന്നിരുന്ന എഡ്ഡിയുടെ മുഖം മങ്ങി. എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അവളെ നോക്കിയ അവൻ പിന്നെ ഒന്നും മിണ്ടാതെ ആരുവിനെ പതിയെ നിലത്തേക്കിറക്കി. അപ്പോൾ ആശ്വാസത്തോടെ അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോറിനരികിലേക്ക് നീങ്ങി. ആദ്യ. അവൾ ഡോർ തുറക്കാൻ നോക്കുമ്പോൾ പിന്നിൽ നിന്ന് എഡ്ഡിയുടെ വിളി കേട്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി. പതിയെ അവൾ തിരിഞ്ഞ് അവനെ നോക്കി. ഒരു കാര്യവുമില്ലാതെ നീ എൻ്റെ സ്നേഹം വേണ്ടെന്ന് വെക്കില്ല എന്നെനിക്ക് മനസ്സിലായി. ആ കാര്യം എന്താണെന്ന് ചോദിച്ച് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ നീ എന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിന്നെ വേണ്ടെന്ന് വെക്കാൻ എൻ്റേത് പൈങ്കിളി പ്രണയമല്ല. അതുകൊണ്ട് ഇച്ചായൻ്റെ കൊച്ച് ശ്രദ്ധിച്ച് കേട്ടോ. ഈ എഡ്വിൻ ജേക്കബിനൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ ആരാധ്യ മാത്രമായിരിക്കും. കേട്ടോടി ബൊമ്മക്കുട്ടി. അതും പറഞ്ഞുകൊണ്ട് സൈറ്റടിച്ച് കാണിക്കുന്നവനെ ഒന്ന് പകച്ചു നോക്കിക്കൊണ്ട് അവൾ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി. അത് കണ്ട അവൻ ഒരു കുസൃതി ചിരിയോടെ അവിടെ ഇരുന്നു. എഡ്ഡിയുടെ അടുത്ത് നിന്നും വെപ്രാളത്തോടെ ആരും ഓടിച്ചെന്നത് വാഷ്റൂമിനടുത്തുള്ള ഒരു റെസ്റ്റ് റൂമിലായിരുന്നു. കിതപ്പടക്കി കൊണ്ടവൾ അവിടെയുള്ള ചെയറിലിരുന്ന് കണ്ണുകൾ അടച്ചു. മഹാദേവ, എനിക്ക് മാത്രം എന്തിനാണ് നീ ഇങ്ങനെ പരീക്ഷണം നൽകുന്നത്? ജീവിതത്തിൽ ആദ്യമായി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ചത് നന്ദേട്ടനെ ആയിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. വിധി അത് എന്നിൽ നിന്നും തട്ടിപ്പറിച്ചു. ഇപ്പോൾ എഡ്വിൻ സാർ കുറച്ചു മുന്നേ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാനിനി എന്ത് ചെയ്യും? നീ തന്നെ കാത്തുരക്ഷിക്കണേ മഹാദേവ. ഉള്ളാലെ പ്രാർത്ഥിച്ചു കൊണ്ടവൾ അവിടെ തന്നെ ഇരുന്നു. ഇതേസമയം ഓഫീസിൽ തിരക്കിട്ട് ജോലിയിലായിരുന്ന കീർത്തുവിൻ്റെ അരികിലേക്ക് അവിടുത്തെ പ്യൂൺ കടന്നു വന്നു. കുഞ്ഞേ. ആ, എന്താ നാരായണേട്ടാ, എന്താ കാര്യം? കുഞ്ഞിനെ കാണാൻ 2 പേര് പുറത്ത് വന്നിട്ടുണ്ട്, ഒന്ന് പോയിക്കോളൂ കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് അയാൾ നടന്നു പോയപ്പോൾ ഒരു നിമിഷം കീർത്തു ആലോചനയോടെ ഇരുന്നു.
പിന്നെ എന്തോ ഓർത്ത പോലെ അപ്പുവിന് കാര്യം പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു. ശേഷം എഴുന്നേറ്റ് വിസിറ്റിംഗ് റൂമിലേക്ക് നടന്നു. ആലോചനയോടെ തന്നെ അവിടേക്ക് നടന്നു ചെന്ന കീർത്തു തൊട്ടു മുന്നിലെ ചെയറിലിരിക്കുന്ന നന്ദനെയും ശില്പയെയും കണ്ട് ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് നിന്നുപോയി. എന്നാൽ അപ്പോഴേക്കും അപ്പുവും കീർത്തുവിൻ്റെ അടുത്ത് വന്നിരുന്നു. ഈ സമയം നന്ദൻ്റെ കരവലയത്തിനുള്ളിൽ ഇരുന്നു പോലും അപ്പുവിനെ ആസക്തിയോടെ നോക്കിയിരിക്കുകയായിരുന്നു ശില്പ. അത് കണ്ടതും കീർത്തുവിൻ്റെ മുഖം ചുവന്നു വന്നു. പാഞ്ഞു ചെന്നവൾ ശില്പയെ പിടിച്ചു വലിച്ച് മുന്നിൽ നിർത്തി അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു.